ഹലോ ഗായ്സ്, നമ്മളെല്ലാവരും വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ചൊരു മസാല രൂപത്തിലാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതവിടെ ഫ്രൈ ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞെടുക്കണം, പിന്നെ ഒരു ടൊമാറ്റോ. ഇത് ഞാനൊരു 4-3 പീസ് ചിക്കനിലേക്ക് ഉള്ളതാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമുക്ക് കരിവേപ്പില കൂടി വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റി വെക്കണം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് ആ സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ആഡ് ചെയ്യണം. വളരെ കുറച്ച് മതി, കാരണം നമ്മളിപ്പോൾ കുറച്ച് ചിക്കനല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്കതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഒന്ന് നല്ലോണം വഴന്നതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. നമ്മൾ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം നമ്മളിതാ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്താണ് കരിവേപ്പില ആഡ് ചെയ്യേണ്ടത് കേട്ടോ. കരിവേപ്പിലയും ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ ടൈമിൽ നമുക്കതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ.